ഹലോ ഗൈസ്, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജ്ബോർഡ്. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജ്ബോർഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സെൽഫ് വിൻസർ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഒരുപക്ഷെ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ എങ്ങനെയാണ് ഓണം എക്സാമിന് പഠിച്ചത് അല്ലേ. ഇത് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എന്തിനാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കാരണം കൊണ്ട് ഞാൻ പറഞ്ഞാൽ, ഞാൻ എൻ്റെ +1 പഠിച്ച സമയത്ത് അല്ലെങ്കിൽ +2 പഠിച്ച സമയത്ത് ഞാൻ ഫോളോ ചെയ്തിരുന്ന പാറ്റേൺ ആണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇതെനിക്ക് ഒരുപാട് എഫക്റ്റീവ് ആണെന്ന് പറയാൻ കാരണം, ഞാൻ എൻ്റെ +2 റിസൾട്ട് പാസ്സാകുന്ന സമയത്ത്, ഞാൻ 10 വർഷം മുമ്പ് ഞാൻ +2 പാസ്സാകുന്ന സമയത്ത് എൻ്റെ റിസൾട്ട് ഫുൾ A+ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാമിന് പഠിച്ചുകൊണ്ട് മാത്രമല്ല, ഓണം എക്സാമിൻ്റെ സമയം മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഞാനത് ക്രാക്ക് ചെയ്തെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു തീർക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാം ഇത് യൂസ്ഫുൾ ആണോ അല്ല എന്നുള്ള കാര്യം. അപ്പോൾ ആദ്യമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓണം എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ എക്സാമിന് വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞു വെക്കലാണ്. ഒരു സബ്ജക്റ്റ് ഇപ്പോൾ എക്കണോമിക്സ് തന്നെ എടുക്കാം. എക്കണോമിക്സിൽ നിങ്ങൾക്ക് എത്ര ചാപ്റ്ററാണ് ഓണം എക്സാമിനുള്ളത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കിവിടെ ഉത്തരമുണ്ട്. ഏതൊക്കെ ചാപ്റ്ററാണ്? നമുക്ക് ഈ പറഞ്ഞ മൈക്രോയിലെ 1, 2, 3 ഈ 3 ചാപ്റ്ററാണ് നമുക്ക് എന്തുള്ളത് ഓണം എക്സാമിനുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഓണം എക്സാമിന് വരാൻ പോകുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാം. ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കിട്ടിയിട്ട് കാര്യമില്ല, രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ഈ പറയുന്ന എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ കണ്ടെത്തുക. ഓക്കെ, എന്താണ് ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ? ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ കണ്ടെത്തുക എന്ന് പറയുമ്പം ഏതാണെന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ടീച്ചർ പഠിപ്പിച്ച സമയത്ത് ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ചോദിക്കുക, ടീച്ചർ ഇതിൽ ഏത് ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഓക്കെ, എക്കണോമിക്സിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ പറയാം. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ ചാപ്റ്ററിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക, ആ ചാപ്റ്ററിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചാപ്റ്റേഴ്സ് മനസ്സിലാക്കുക, പിന്നെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് മനസ്സിലാക്കാം. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന ചാപ്റ്റേഴ്സിനൊക്കെ കൃത്യമായിട്ട് എന്തുണ്ടായിരിക്കും, ഓരോ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടാവും. അത് പബ്ലിക് എക്സാമിന് ഉണ്ടാവുള്ളൂ, പക്ഷേ ഓണം എക്സാമിന് വെയിറ്റേജ് അല്ല നിങ്ങൾ നോക്കണ്ടേ. ആ ചാപ്റ്ററിന് വരാവുന്ന കണ്ടന്റുകളുടെ എന്ത് ചെയ്യുക, ഒരു ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കുക. എന്ത് ചെയ്യുക, ഒരു ബ്ലൂ പ്രിൻറ്റ്. ഓക്കെ, ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കുക ഓരോ ചാപ്റ്ററിൻ്റെയും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട് അല്ലേ. ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതൊക്കെയാണ്? ഫസ്റ്റ് ചാപ്റ്ററിൽ ഇന്ത്യൻ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അവിടെ ജസ്റ്റ് ഒരു ബ്ലൂ പ്രിൻറ്റ് ഉണ്ടാക്കി വെക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്, അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ടൈപ്സ് ഓഫ് ഇക്കോണമീസ് അല്ലേ, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഇക്കോണമീസ് അതിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യം സെൻട്രൽ പ്രോബ്ലമാണ് അതിൽ പഠിക്കുന്നത്. സെൻട്രൽ പ്രോബ്ലംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ സെൻട്രൽ പ്രോബ്ലത്തിൻ്റെ ഒപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, ഈ പറഞ്ഞ സെൻട്രൽ പ്രോബ്ലം അഥവാ കേന്ദ്ര പ്രശ്നങ്ങൾ, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, അതിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ സ്ലോപ്പ് ആയിട്ടുള്ള MOC, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ ബ്ലൂ പ്രിൻറ്റ് നിങ്ങൾ തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ, ഇത് ചെയ്യേണ്ടത് ചാപ്റ്ററിൻ്റെ പേര് ആദ്യം സെൻട്രൽ എഴുതുക. ഇപ്പോൾ ചാപ്റ്റർ നമുക്കറിയാം, ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ഇൻട്രൊഡക്ഷൻ ആണെന്ന് അറിയാം അല്ലേ, ഇൻട്രൊഡക്ഷൻ ആണെന്ന് അറിയാം. ആ ഇൻട്രൊഡക്ഷൻ എന്ന് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ വരുന്ന ഓരോ കണ്ടന്റുകളും. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം അതിലെന്താ ആദ്യം പഠിക്കാനല്ലേ, ടൈപ്സ് ഓഫ് എക്കോണമീസാണ്. വിവിധ തരം സമ്പദ് വ്യവസ്ഥകളെ കുറിച്ച് അതിൽ പഠിക്കാനുണ്ട്. ഓക്കെ, എത്ര തരത്തിലുണ്ട്? 3 ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സെൻട്രലൈസ്ഡ് എക്കോണമി, 2 ഈ പറഞ്ഞിരിക്കുന്ന മാർക്കറ്റ് ഇക്കോണമി, മൂന്നാമത്തത് മിക്സഡ് ഇക്കോണമി അല്ലേ. ഇങ്ങനെ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ടൈപ്സ് ഓഫ് എക്കോണമീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് ചോദിക്കുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ആണ് അല്ലേ. അപ്പോൾ സെൻട്രൽ പ്രോബ്ലംസ് നമുക്ക് വരുന്നുണ്ട്. സെൻട്രൽ പ്രോബ്ലംസ് എത്ര ഉണ്ട്? 3 ഉണ്ട്. എന്തൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ആൻഡ് മൂന്നാമത്തെ ഏത് വരിക? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഓക്കെ, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം. ഇതാണ് നമുക്ക് വരുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്ന PPC അല്ലേ, PPC വരക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ്? PPC പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരക്കണമെങ്കിൽ നമ്മൾ അതിൽ പറഞ്ഞ കാര്യമുണ്ട്. എന്താണ്? 2 ഗുഡ്സ് അല്ലേ, 2 സാധനങ്ങളെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലാക്കുക. അതുപോലെ അതിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതൊരു കർവ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ കർവിൻ്റെ ഷേപ്പ് പൊതുവെ എന്തായിരിക്കും? കോൺകേവ് ഷേപ്പ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. പിന്നെ അവിടുത്തെ ടെക്നോളജി എന്തായിരിക്കും? അത് സ്ഥിരമായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ടെക്നോളജിയും റിസോഴ്സും എന്താണ്? കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് മാറ്റമില്ലാതെ അവിടെ കണ്ടിന്യൂ ചെയ്യുന്ന സംഗതികളായിരിക്കും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നോക്കിയേ, ഒരു ചാപ്റ്ററിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കി. ഇതുപോലെ ഓരോ ചാപ്റ്ററിൻ്റെയും ബ്ലൂ പ്രിൻ്റ് ആക്കിയ മാക്സിമം എക്കണോമിക്സിൽ 3 ചാപ്റ്ററാണ്, 3 ബ്ലൂ പ്രിൻറ്റ് മതി നമുക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, 4ാമത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അഥവാ PYQ എന്ന് പറയും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അത് എടുത്താൽ മാത്രം പോരാ, അത് ഓരോന്നും വർക്കൗട്ട് ചെയ്ത് നോക്കുക.
വർക്കൗട്ട് ചെയ്ത് നോക്കാം. വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓരോന്നും എടുക്കുക, അതിൻ്റെ ആൻസേഴ്സ് ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നതാണ് ഇത് ഓണപ്പരീക്ഷയാണ്. ഇത് ഓണപ്പരീക്ഷ ഞാൻ തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല, എൻ്റെ റിസൾട്ടിനെ ബാധിക്കാൻ പോകുന്നില്ല, ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാം, ഈ പറയുന്ന ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ +2 ഫസ്റ്റ് ഫ്യൂവലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്ധനമാണ്, ഈ വർഷം മുഴുവൻ ഓടാനുള്ള നിങ്ങളുടെ ഇന്ധനമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഇന്ധനം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അഥവാ ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് മാത്രമായിരിക്കും മക്കളെ നിങ്ങളുടെ ഫുൾ ഇയർ, അഥവാ നിങ്ങൾ ഈ പറയുന്ന +2 കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കംപ്ലീറ്റ് എനർജിയുടെ എല്ലാ സോഴ്സും ഈ പറഞ്ഞ +2 റിസൾട്ട് എന്നാണ്, ഓണപ്പരീക്ഷയുടെ റിസൾട്ട് എന്നാണ് തുടങ്ങുക. സംശയം ഉണ്ടെങ്കിൽ മക്കളെ ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു. കാരണം ഓണപ്പരീക്ഷയ്ക്ക് ഒരു പക്ഷേ എൻ്റെ മാർക്കുകൾ കുറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരിക്കലും എന്തായില്ലായിരുന്നു, എനിക്ക് ഈ പറഞ്ഞ +2 പഠിക്കാൻ പറ്റുമെന്നുള്ള പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചിന്ത ഒരിക്കലും വരില്ലായിരുന്നു. പക്ഷേ ഓണപ്പരീക്ഷയ്ക്ക് ഞാൻ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഉപയോഗിച്ചു. 5ാമതായിട്ട് ഞാൻ വിശ്വസിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു മക്കളെ, അതായത് ഞാൻ എന്ത് ചെയ്തു, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു തിങ്കിങ് ഇത് മാത്രമായിരുന്നു, ബിലീവ് ഇൻ യുവർ സെൽഫ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ, നമ്മൾ നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക, നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്ന് പറയുന്നത് ഇത് ആർക്കും പഠിക്കാൻ പറ്റാതാണെങ്കിൽ നമുക്ക് ഒരിക്കലും +2 പഠിക്കാൻ തരില്ല. പക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം നമുക്ക് തന്നെ ആദ്യം ഉണ്ടാവണം. എന്നിട്ടാണ് നമ്മുടെ ടീച്ചേഴ്സിനും മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാവേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള വിശ്വാസം നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഉറപ്പായിട്ട് ഞാൻ പറയാം, ഈ പറഞ്ഞിരിക്കുന്ന ഓണപ്പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് ക്ലാസ്സിലെ ഏറ്റവും ടോപ്പർ ആവണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് ആവണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് അവിടെ സാധിക്കും. അപ്പോൾ ആ ഒരു ബെസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തോ, നല്ലൊരു റിസൾട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബിൻ. വീണ്ടും കാണാം.